മോദിയുടെ കാലം കഴിഞ്ഞു. ഒറ്റയ്ക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കിട്ടാതിരുന്നപ്പോൾ പലരും അങ്ങനെയാണ് വായിച്ചത്. മോദിയുടെ പടിയിറക്കം 240 സീറ്റിൽ നിന്ന് ആരംഭിക്കുകയാണ്. അതിനുശേഷം ഹരിയാന തെരഞ്ഞെടുപ്പ് വന്നു, മഹാരാഷ്ട്ര വന്നു. ഇപ്പോൾ ഇതാ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് 27 വർഷത്തിന് ശേഷം ദില്ലിയും BJP പിടിക്കുകയാണ്. ഇന്ത്യയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തപ്പെട്ട അഴിമതി വിരുദ്ധ പോരാളിയായിരുന്ന അറിയപ്പെടാൻ ആഗ്രഹിച്ച അരവിന്ദ് കെജ്രിവാൾ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ ആഴ്ന്നു പോയിരിക്കുന്നു. BJP 4 നൂറ്റാണ്ടിനപ്പുറത്ത് ഭരണം പിടിക്കുകയാണ്. മോദി പ്രഭാവം തീർന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മോദി കൂടുതൽ പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും വരുന്ന വീഴ്ചകളെ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിയ ഒരു ഇടർച്ചയുണ്ടായി എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം BJPക്ക് കേന്ദ്രത്തിൽ ലഭ്യമല്ലാതെ പോയത്. പക്ഷേ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് പിന്നീട് വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വളരെ കൃത്യമായിട്ട് BJP ആക്ടിവേറ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടി. എല്ലാ തെരഞ്ഞെടുപ്പിലും പിന്നീട് വൻ വിജയമാണ്. തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഇത് കൗണ്ടിങ് നടക്കുമ്പോൾ ഒരു ശ്രദ്ധേയമായ ഒരു വാർത്ത വരുന്നുണ്ട്. അയോധ്യയിലെ പരാജയം കഴിഞ്ഞ പ്രാവശ്യം ആഘോഷിക്കപ്പെട്ടതാണ്. അയോധ്യയിലെ അസംബ്ലി മണ്ഡലത്തിൽ 14,000-ൽ പരം വോട്ടുകൾക്ക് BJP ലീഡ് ചെയ്യുകയാണ്. അവിടെ പോലും സംഭവിച്ച വീഴ്ച പരിഹരിച്ചു. അതെ, അങ്ങനെ പരിഹരിച്ചാൽ മാത്രമേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ ഇപ്പോൾ ഇന്ത്യയിലുള്ളൂ, അത് BJP ആണ്. അതിൻ്റെ ഒരു വിജയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുന്നു. എന്നുവെച്ചാൽ BJPയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, അതൊരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് മാറുന്നുണ്ട് എന്നാണ് ഡൽഹി തിരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കുക. ഇതിക്ക് മുമ്പ് BJP ഭരിച്ചത് 1993 മുതൽ 95 വരെയാണ്. അതിനുശേഷം 30 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് BJPക്ക് ഡൽഹി ഭരിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇതൊരു ചരിത്ര സന്ധ്യയാണ് എന്ന് രാഷ്ട്രീയം അറിയുന്നവർ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 30 വർഷത്തിന് ശേഷമാണ് വീണ്ടും അധികാരത്തിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞത്. അത് ചെറിയ ഒരു കാര്യമല്ല. 1. 2, ആപ്പിനെ എവിടെയാണ് അടിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് BJPക്ക് അറിയാമായിരുന്നു. ആപ്പ് ചൂലെടുത്ത് വന്നത് അഴിമതിക്കെതിരെയുള്ള ഒരു പോരാളി എന്ന നിലക്കാണ്. പക്ഷേ ആ പോരാളിയെ BJPക്ക് കൃത്യമായിട്ട് അഴിമതിയിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ അഴിമതിയാണ് അദ്ദേഹത്തെ വീണ്ടും താഴെ ഇറക്കിയിരിക്കുന്നത്. എന്നുവെച്ചാൽ അഴിമതി ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല. എന്ത് സൗജന്യം കൊടുത്താലും അല്ലെ ആരായാലും അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഇപ്പോൾ എന്താണ് ആപ്പ് ഇങ്ങനെ ആയാലും കാരണം ആപ്പിന് ഡൽഹി മാത്രം ഭരിച്ചാൽ പോരാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണം. അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി പണം ഉണ്ടാക്കേണ്ടി വന്നു. ആ പണത്തിന് വേണ്ടിയിട്ടാണ് അയാൾ അത് മാത്രമല്ലല്ലോ. പക്ഷേ അത് വ്യക്തിപരമായുള്ള ഇത് കെജ്രിവാളിനെ കുറിച്ച് പറയുന്നത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കും, വാഗണാർ കാറിൽ പോകും, വള്ളിച്ചെരുപ്പ് ഇടത്തുള്ളൂ, ലൂസ് ഷർട്ട് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സപ്തനക്ഷത്ര ഹോട്ടലിൽ താമസിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ശീഷ് മഹൽ, ഷാജഹാൻ്റെ പാലസ് പോലെയുള്ള ഒരു ഔദ്യോഗിക വസതി അദ്ദേഹം 33 കോടി രൂപ ചെലവഴിച്ചു. ഇതാണ് താമസിക്കുന്ന വീട് പ്രധാനമന്ത്രിയാകാൻ മാത്രമല്ല രാജാവിനെ പോലെ വാഴണം എന്നുകൂടി സുഖിക്കണം എന്നുകൂടി നമ്മൾ കെജ്രിവാൾ തീരുമാനിച്ചു. കേജ്രിവാളിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മൾ അതിലെഴുതി ജീവിതത്തിൻ്റെ വലിയ വാഗ്ദാന പത്രങ്ങളൊക്കെ ഇറക്കി വരുന്ന പ്രമുഖരായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ, അധികാരങ്ങൾ കിട്ടുമ്പോൾ അവർ ഇത്തരത്തിൽ രാജകീയമായിട്ടുള്ള ആർഭാടങ്ങളിലും ആഡംബരങ്ങളിലും മുഴുകി ജീവിക്കുന്ന നമ്മൾ കാണുന്നു. കേജ്രിവാളിൻ്റെ പതനം അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലാളിത്യത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടും, പക്ഷേ ആഡംബരത്തെയും ആർഭാടത്തെയും ജനങ്ങളുടെ പണം കൊണ്ട് ആണ് നിർവഹിക്കുന്നതെങ്കിൽ അതൊരിക്കലും താലോലിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാവില്ല. അത് തീർച്ചയായിട്ടും ചൂലെടുത്ത് തന്നെ പുറത്താക്കും എന്നാണ് ഈ ചൂല് നേതൃത്വത്തിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊടുക്കും. ഈ പൊളിറ്റിക്കലി വളരെ വൈസായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഡൽഹിക്കാർ. കാരണം അവർ സ്വാഭാവികമായും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറേ സൗജന്യങ്ങളൊക്കെ കിട്ടുന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ഒരു സർക്കാർ വരട്ടെ എന്ന് കഴിഞ്ഞാൽ അസംബ്ലിയിലേക്ക് ആപ്പ് നോട്ട് ചെയ്തു, പാർലമെൻറ്റിലേക്ക് മുഴുവൻ സീറ്റും കേന്ദ്രത്തിൽ സ്ഥിരമായ ഒരു സർക്കാർ വരട്ടെ എന്ന് എഴുതി BJPക്ക് വോട്ട് ചെയ്തു. അങ്ങനെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ അവർക്ക് വളരെ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അവർ അടിമുടി മാറിയിരിക്കുന്നു അല്ലേ? അതെ, അത് മാറാൻ പ്രധാനപ്പെട്ട കാരണം ഈ അഴിമതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു വിഷയം കൂടി ഞാൻ അതിൻ്റെ അകത്ത് കണക്കാക്കുന്നുണ്ട്. അത് 2 പേരും ഫ്രീ ബീസ് ഒരുപാട് കൊടുക്കാൻ തയ്യാറായി. BJP മാത്രമല്ല,
അല്ല, BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫ്രീ ബീസ് പ്രഖ്യാപിച്ചു. അല്ല, BJP കൊടുത്തു, കോൺഗ്രസ് കൊടുക്കാൻ തയ്യാറാണ്, വിരുന്ന് തയ്യാറാണ്. ഇപ്പം ജനങ്ങൾ നോക്കുമ്പോൾ ആരുടെ ഫ്രീ ബേസ് ആയിരിക്കും മെച്ചപ്പെട്ടതെന്നുള്ളൊരു പ്രശ്നം. കൊള്ളാവുന്ന ഏതാണ്? അതെ, അത് നോക്കുമ്പോൾ BJP ആണ്. കാരണം എന്താണ്, BJPക്ക് ഡൽഹിക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ഫ്രീ ബീസ് കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് ഡൽഹി എന്ന് പറയുന്നതായിട്ടുള്ള ഭരണപ്രദേശത്തെ അതിവിപുലമായിട്ട് വികസിക്കാനായിട്ടുള്ള വൻ പ്രൊജക്റ്റുകൾ നൽകാൻ ശേഷിയുള്ളവരാണ് എന്നും കൂടി തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും അതുണ്ടല്ല, അത് തിരിച്ചറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഫ്രീ ബീസ് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫ്രീ ബീസ് കൊടുത്ത് വോട്ട് വാങ്ങിക്കുമ്പോൾ ആ ഫ്രീ ബീസ് ആരാണ് ഏറ്റവും മികച്ചത് നൽകുന്നത്, അവർക്കേ വോട്ടുകൾ എന്നുള്ള ചിന്ത കൂടി വേണമായിരുന്നു. നമുക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു വിശാലമായ ഒരു പൊളിറ്റിക്കൽ ഫ്രെയിമിലേക്ക് നോക്കിയാൽ, കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ മോദി അല്ലെങ്കിൽ BJP എടുത്ത തിരുത്തൽ പ്രക്രിയ, കാരണം എനിക്ക് തോന്നുന്നത് ഇനി ഒരു ടേം മോദിക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അദ്ദേഹം 75 വയസ്സിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി 2029 തെരഞ്ഞെടുപ്പിൽ BJP മുന്നണിയെ നയിക്കുമോ, അതോ അദ്ദേഹം മാറുമോ? അദ്ദേഹം തന്നെ പറഞ്ഞു, എൻ്റെ ഇച്ഛ എന്ന് പറയുന്നത് എനിക്ക് ഹിമാലയത്തിൽ പോകണം, കച്ചിലെ ഉപ്പ് മണൽ മരുഭൂമികളിലൂടെ അലഞ്ഞു നടക്കണം എന്നൊക്കെയാണെന്ന് സമീപകാലത്ത് അദ്ദേഹത്തിന് ഒരു അഭിമുഖത്തിൽ, ഒരു മാസം മുമ്പ് നടത്തിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, എനിക്ക് ഹിമാലയത്തിൽ പോകണം. അദ്ദേഹം ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ പറഞ്ഞു എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതിനുശേഷം എല്ലാ തെരഞ്ഞെടുപ്പും ജയിക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയാണെങ്കിലും ഹരിയാനയാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും മോദി സെലക്റ്റഡ് മീറ്റിങ്ങുകളിലേ പങ്കെടുത്തുള്ളൂ. ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങാൻ അടുത്ത ഒരു നിരയെ യോഗി ആദിത്യനാഥിനെ എല്ലായിടത്തും ഉപയോഗിച്ചു, അമിത്ഷായെ ഉപയോഗിക്കുന്നു. മോദി ഒരു 5-6 മീറ്റിങ്ങുകൾ മാത്രം മതി. അത് ജനമഹാസമുദ്രങ്ങളായ മീറ്റിങ്ങുകളിലാണ് പങ്കെടുക്കുന്നത്. അല്ലാതെയുള്ള ചെറിയ ചെറിയ മീറ്റിങ്ങുകളിൽ അടുത്ത പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ BJPയെ രാജ്യത്തെ അടുത്ത് നയിക്കേണ്ടവർ പോവട്ടെ, രണ്ടാം നിരയ്ക്ക് വേണ്ടി പതുക്കെ ഒന്ന് മോദി മാറിക്കൊടുക്കുന്നുണ്ടോ? അല്ല, BJPയും അതേപോലെ തന്നെ അതിൻ്റെ പിന്നിൽ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള RSSമാണ് മിക്കവാറും ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ പൊസിഷൻ എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിജീവന സാധ്യത ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒന്നാം നിര നേതൃത്വം മാത്രം പോരാ, രണ്ടാം നിര ഉണ്ടാവണം, മൂന്നാം നിര ഉണ്ടാവണം. കാരണം ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരെ ചലിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള എഞ്ചിനുകളായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഫസ്റ്റ് എഞ്ചിൻ പോയാൽ സെക്കൻഡ് എഞ്ചിൻ കഴിഞ്ഞാൽ തേർഡ് എഞ്ചിന് വരണം. അത് ആ ദീർഘവീക്ഷണത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മൾ കോൺഗ്രസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ ഗാന്ധി കുടുംബം മാത്രമാണ്, അറിയില്ല, ഡൈനാസ്റ്റി പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. അവർക്ക് എന്ത് അവരില്ലാതെ വരുമ്പോൾ മാത്രമാണ് അവരുടെ കുടുംബത്തിൽ തന്നെ അടുത്ത ആൾ വരുന്നത്. അത് പ്രിയങ്കയുടെ മക്കൾ വളർന്നു വരണം. അല്ല, അങ്ങനെയാണ് അവരുടെ പൊളിറ്റിക്സ് പോകുന്നത്. ആ പൊളിറ്റിക്സ് തെറ്റാണ് എന്ന് കോൺഗ്രസിന് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ BJP എപ്പോഴും മോദി അദ്ദേഹത്തിൻ്റെ ഈ മാജിക്കൽ ക്യാമ്പയിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്യാമ്പയിൻ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണ്, ദിസ് ഈസ് എ ഡൈനാമിക് പൊളിറ്റിക്സ്. അപ്പോൾ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ നിങ്ങൾ പൊളിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായി, ഒരു കുടുംബത്തിൻ്റെ ഒരു പാർട്ടി, അതാണുള്ള യഥാർത്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. അവർക്ക് എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയല്ല ഈ പാർട്ടി എന്ന് കൃത്യമായിട്ട് പറയുകയും അത് ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി തിരിച്ച് നമുക്ക് എങ്ങനെയാണ് മോദിയുടെ ഈ നേതൃത്വത്തിൻ്റെ പോക്ക് നമുക്ക് പരിശോധിക്കാം. എനിക്ക് തോന്നുന്നു മാജിക്കൽ ക്യാമ്പയിൻ എന്ന് പറയുന്നത് നടക്കും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ മോദിയാണ് ഇപ്പോഴും എപ്പോഴും. പക്ഷേ എപ്പോഴും എന്ന് പറഞ്ഞ് ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ആർക്കറിയാം? BJPക്ക് അറിയാം, അല്ലെങ്കിൽ RSSനെ അറിയാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിൽ മുഴുനീളം യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹമായിരുന്നു യഥാർത്ഥത്തിൽ സ്റ്റാർ ക്യാമ്പയിനർ. എപ്പോഴും അതേപോലെ തന്നെ പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം അമിത്ഷാ പോകുന്നു. അപ്പോൾ ആളുകളുടെ ഒരു ഫോക്കസ് മോദി കഴിഞ്ഞാൽ ഒന്നിലെ യോഗി അല്ലെങ്കിൽ അമിത്ഷാ എന്ന് പറയുന്നതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതൊരു പൊളിറ്റിക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോസസ്സാണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇത് വേറെ പാർട്ടികൾക്കില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വീഴ്ച വന്നാലേ പരിഹരിക്കുന്നുണ്ട്. പരിഹരിക്കുന്നതിൻ്റെ പേരിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ മഹാസമ്മേളനങ്ങളിലൊക്കെ മഹാനായ നേതാവ് തന്നെ വരും. അത് വേണം. അതാണ് പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പാർട്ടിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മഹാസമ്മേളനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തെ വരും. ഇനി മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു ഇമേജ് മേക്കിംഗ് പ്രോസസ്. അതെ, ഞാൻ എല്ലായിടത്തും ഒന്നും വരത്തില്ല. അതെ, ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ വരൂ. എന്നാൽ ബാക്കിയുള്ള ആളുകൾ ഇവിടെ നിരന്നു നിൽക്കുന്നു എന്നുള്ള സൂചനയുമുണ്ട്. മറ്റൊന്ന് മാത്രം ഒരു ശ്രദ്ധിക്കപ്പെട്ടത്, ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മോദിക്ക് ഗ്യാരണ്ടി പറഞ്ഞില്ല, പക്ഷെ ഡൽഹിയിൽ പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും ഡൽഹി പിടിച്ചെടുക്കേണ്ട ഒരു സ്ഥലമാണ് മറ്റതിനേക്കാളൊക്കെ ഉപരിയായിട്ട്. കാരണം ഇവിടെ BJP നേരിട്ട പ്രശ്നം എന്തായിരുന്നു?
കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ സെറ്റിലും BJP ആണ് ജയിക്കുന്നത്. അതെ, ഡൽഹി മുഴുവൻ അവരുടെ കസ്റ്റഡിയിലാണ്. പക്ഷെ അസംബ്ലിയിൽ വരുമ്പോൾ തോറ്റുപോകും. എന്നിട്ട് പറ്റില്ല. അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനയിലാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവിടെ യൂട്ടിലൈസ് ചെയ്തെന്നുള്ള അതിൽ വൻ വിജയം നേടാൻ കഴിയും. അല്ല, ഈ ഡൽഹി ഭരണം കയ്യിലില്ലാത്ത BJPക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കി. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 26-ന് ട്രാക്ടർ സമരം നടന്നല്ലോ. ഇതിന് മുഴുവൻ ഒത്താശയും ചെയ്തുകൊടുത്ത് ഡൽഹി അല്ല, അതുണ്ടാവും. ഷഹീൻബാഗ് സമരം വന്നപ്പോൾ കെജ്രിവാളാണ് സമരത്തിന് എല്ലാ ഒത്താശയും. ഡൽഹി ഭരണകൂടം, പോലീസ് മാത്രമില്ല, ബാക്കി എല്ലാ മിഷനറിയും ഈ സമരങ്ങളെ, കേന്ദ്രത്തിനെതിരായ സമരങ്ങൾക്ക് ഊർജം നൽകുന്ന തരത്തിലേക്ക് ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇനി ഡൽഹിയിൽ BJP സർക്കാർ തന്നെ വേണം എന്നങ്ങ് കണക്ക് കൂട്ടി തീരുമാനിച്ചു അല്ലേ? അല്ല, ഇത് ഇപ്പോൾ മാത്രമല്ല. നമുക്ക് നമ്മൾ ഡൽഹിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1958 ശേഷം 93 വരെ നിരന്തരമായിട്ട് അവിടെ രാഷ്ട്രപതി ഭരണമായിരുന്നു. എനിക്കത് മനസ്സിലാവുന്നില്ല, എങ്ങനെ അത്ര വർഷം ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് അതിൻ്റെ ഒരു സ്പേസ് എന്ന്. പ്രൊവിഷൻ എന്താണെന്ന് ആ പ്രൊവിഷൻ എന്താണെന്ന് അറിയാം. പക്ഷേ അത്രയും കാലം രാഷ്ട്രപതി ഭരണമായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ അയൺ വനിത എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ഇന്ദിരാഗാന്ധി ധൈര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? നെഹ്റുവിൻ്റെ ഒരു പ്രത്യേക കാലം മുതൽ ഈ പ്രോസസ്സ് തുടരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജനതാ ഭരണം വന്നിട്ട് പോലും അവർ ധൈര്യം കാണിച്ചില്ല. BJP ഭരണം വന്ന് അടൽ ബിഹാരി വാജ്പേയി എത്തിയതിന് ശേഷമാണ് ആദ്യമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ BJP അധികാരത്തിൽ വരികയും ചെയ്യുന്നത്. അതൊരു രസകരമായിട്ടുള്ള ഒരു ചരിത്രമല്ലേ ശരിക്കും പറഞ്ഞു. അതെ അതെ. അപ്പോൾ അതായത് നിരന്തരമായിട്ട് ഡൽഹി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് അസ്വസ്ഥതകളും തലവേദനകളും ഉണ്ടാക്കാനായിട്ട് ഇവിടെ വേറൊരു ഗവൺമെൻറ് വന്നാൽ നടക്കും എന്ന് അവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. അപ്പോൾ അവർ അതിന് അതിനുള്ള മുട്ടുശാന്ത് പണിയാണ് അവരെന്ന് നടത്തിയിരുന്നത്. ജനാധിപത്യം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ആരും വേണ്ട. അല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കുറച്ചുകൂടെ അനായാസമായി ഭരണം നടത്താൻ കഴിയും. ഇപ്പോൾ അത് അവരുടെ ഒരു വലിയ തലവേദനയായിരുന്നു. അവരതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം വളരെ ദൂരമായിട്ട്. അല്ല, അത് ഒരു ദിവസത്തെ പ്രിപ്പറേഷൻ ഒന്നല്ല, അതിൻ്റെ ഹോംവർക്ക് വളരെ വലുതായിരുന്നു. ആ ഹോംവർക്കിലാണ് അവർക്ക് ഈ വിജയം നേടാനായിട്ട്. ഇങ്ങനെയാണെങ്കിൽ മോദിയുടെ വിന്നബിലിറ്റി ഇങ്ങനെ കൂടി വരികയാണ്. മോദി എന്നുള്ള ഒരു മന്ത്രം, 2 അക്ഷര മന്ത്രം. ഇപ്പം നമ്മൾ പ്രണവ മന്ത്രം എന്നൊക്കെ പറയുന്നതിൽ മോദി ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തിന് 2029 സാധ്യതയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ് അപ്പുറത്തൊന്നും സാധ്യം ആക്കുന്നില്ലല്ലേ. നമ്മളിപ്പോൾ ഇത് ഞാൻ അങ്ങനെയല്ലേ ചോദിച്ചത്, BJPയുടെ സാധ്യതയല്ലേ ചോദിക്കുന്നത്. മോദിക്ക് നമ്മൾ പ്രകടമായി ഒരു ആരോഗ്യ പ്രശ്നവും കാണുന്നില്ല. ഹെൽത്തിയാണ്, വളരെ ഹെൽത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജനസമ്മതി വിജയിക്കാനുള്ള സാധ്യത കൂടി വരുമ്പോൾ മോദി മാറുമോ? മോദി മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ RSS എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണെന്ന് പറയില്ല. ഈ പ്രായപരിധി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടപ്പാക്കണമെന്ന RSS അങ്ങനെ പ്രായപരിധി ശാഠ്യം പിടിച്ചാൽ പ്രായപരിധി ഇല്ല എന്നാണ് RSSുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ മോദി തന്നെ തുടരും. ഞാനിവിടെ പലതവണ നമ്മുടെ TG ചോദിച്ചു. TG ഇപ്പോൾ സംഘപരിവാറുമായിട്ട് ബന്ധമുള്ള ആളാണ്. TG പറഞ്ഞ അങ്ങനെ ഒരിക്കലും സംഘമോ BJPയോ തീരുമാനിച്ചിട്ടില്ല. അതൊരു മീഡിയ ക്രിയേറ്റഡ് ഒരു ഫിഗറാണ്. അങ്ങനെയാണെങ്കിൽ മോദി തന്നെ തുടരും. വേറെ അതിനകത്ത് അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് അങ്ങനത്തെ ഒരു പോളിസി ഇല്ലെങ്കിൽ, ആ പോളിസി ഉണ്ടെങ്കിൽ പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. പോളിസി അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തിനു മോദിയെ മാറ്റണം എന്നുള്ള ക്വസ്റ്റ്യൻ പിന്നെ വരും. വിന്നബിലിറ്റി കൂടി വരികയാണ്. അപ്പോൾ ഏതായാലും ഡൽഹി അങ്ങനെ ഡൽഹി BJPയുടെ കിരീടത്തിലെ ഒരു മയിൽപീലിയാണ് മാറിയിരിക്കുന്നത്. മാത്രമല്ല അത് വീണ്ടും മോദിയെ 4ാം വട്ടവും പ്രധാനമന്ത്രിയാക്കാനായിട്ടുള്ള സാധ്യതയുടെ ഒരു വെളിച്ചമായിട്ടും കൂടി മാറുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് രാഷ്ട്രീയത്തിൽ പ്രവചനങ്ങൾക്ക് സ്ഥാനമൊന്നുമില്ല, പക്ഷേ വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് മറുത്ത് പറയാനും കഴിയില്ല. അല്ല, നമുക്കിതിനെ ഒബ്സർവ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. BJP അതുകൊണ്ട് സമ്പൂർണ്ണമായി ശരിയാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അതെ, ഇപ്പോൾ ഉള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. അതങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ശക്തമായിട്ടുള്ള ബദലായിട്ടും അതുപോലെ പൊളിറ്റിക്സും പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് അതിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. ഇന്ന് രാവിലെ തന്നെ ഒമർ അബ്ദുള്ള പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി പിരിച്ചുവിടുക എന്നാണ്. നിങ്ങൾ മുന്നണിക്കകത്ത് കയറിയെന്ന് പരസ്പരം കത്തിക്കുത്തി നടത്തി ഞങ്ങളെ പറ്റിക്കണതിനാണ്. അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചോദിക്കാം. ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തോടുകൂടി ഇന്ത്യ മുന്നണിയുടെ ഭാവി കഴിക്കും. അല്ല, ഇന്ത്യ മുന്നണി ഇല്ല ശരിക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലായിട്ട് ഒരു മുന്നണി ഉണ്ടാവണമെങ്കിൽ അതിനൊരു പൊളിറ്റിക്സ് വേണ്ട. പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പരസ്പരം മത്സരിക്കുക ഇല്ലല്ലോ. പൊളിറ്റിക്സ് ഇല്ല അവർക്ക്. BJP വിരുദ്ധം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് അല്ല. പൊളിറ്റിക്സ് അല്ല അത് പൊളിറ്റിക്സ് അല്ല അത്.
അപ്പോൾ ഇവർ പൊളിറ്റിക്സ് ഉണ്ടാകട്ടെ, അതിനൊരു പ്രത്യേക ശാസ്ത്ര സംവിധാനം, അതേപോലെ തന്നെ അതിന് പ്രത്യേക നയപരിപാടികൾ, കാര്യപരിപാടി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ. അതെ, അല്ലാണ്ട് മുന്നണി എന്ന് പറഞ്ഞ് നടത്തിട്ട് ഒരു കഥയില്ല. ഏതായാലും കോൺഗ്രസിൻ്റെ ആത്മാവിന് നമുക്ക് ഒരിക്കൽ കൂടി ശാന്തി തരാം. അതെ അതെ, അങ്ങനെയാണ് ഇല്ലല്ലോ, ചിത്രത്തിലില്ല. അങ്ങനെ ചെയ്യുന്നതാണ്. ഷീലാ ദീക്ഷിത് എത്രയോ കാലം ഭരിച്ച സംസ്ഥാനമാണ്. സംഭവിച്ചു 15 വർഷക്കാലം ഭരിച്ചാണ്. അത് അവരുടെ ഒരു വ്യക്തിത്വത്തിലാണ് നമ്മൾ അതിന് ക്രെഡിബിലിറ്റി കൊടുക്കേണ്ടത്. അതെ അതെ, കോൺഗ്രസിനല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.